ദ ജേർണലിസ്റ്റിലേക്ക് പശ്ചിമേഷ്യയിൽ യുദ്ധം അതിതീവ്രമായ അതീവ ഗുരുതരമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് മധ്യസ്ഥ രാജ്യങ്ങൾ ഇനി എത്ര ശ്രമിച്ചാലും അടുത്ത കാലത്തൊന്നും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന സാഹചര്യം സംജാതമായിരിക്കുന്നു. അതിനേക്കാളൊക്കെ പ്രധാനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ ഫോക്സ് ന്യൂസിന് നൽകിയ ഒരു അഭിമുഖത്തിൽ നടത്തിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ്. ഇത്രയും കാലം ഇറാന്റെ വ്യോമശേഷി, നാവികശേഷി, ആയുധശേഷി തുടങ്ങിയവയൊക്കെ പരിപൂർണമായി തകർത്തുവെന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ട്രംപ് പക്ഷേ ഇന്നലെ ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ അതിൽ ഒരു വലിയ മാറ്റം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇത്രയും നാൾ ഇറാനെ തങ്ങൾ തകർത്തു, ഇല്ലാതാക്കി, ഇറാൻ പരിപൂർണമായി അവസാനിച്ചു എന്ന മട്ടിലൊക്കെ നിരന്തരമായി അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്ന ട്രംപ് പക്ഷേ ഇന്നലെ നൽകിയ ആ അഭിമുഖത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ചൂണ്ടിക്കാണിച്ചത്. അദ്ദേഹം പറയുന്നത് ഇറാന്റെ സ്വഭാവം ഫോക്സിനെ പോലെയാണ്. അതായത് ഇറാൻ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ ഒന്ന് അടങ്ങും, അതിനുശേഷം പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും. ഈ പ്രവണത താൻ വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ പരിപൂർണമായി അവസാനിച്ചു എന്ന് പറയാൻ കഴിയില്ല. ഇറാൻ ആക്രമണങ്ങൾ നടക്കുന്ന സമയത്ത് ഒരല്പം പിന്നോട്ട് പോയിട്ട് അതിശക്തമായി തിരിച്ചടിക്കുന്ന സാഹചര്യം കൂടി വരികയാണ്. അത് ഇനിയും തുടരാനുള്ള സാഹചര്യമാണ് താൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനിലേക്ക് ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ അന്തിമ ആക്രമണം ഉണ്ടായേക്കും എന്നാണ് ട്രംപ് നൽകിയ സൂചന. ട്രംപ് വ്യക്തമായി പറയുന്നു, ഇറാനെ തകർക്കണമെങ്കിൽ അവരുടെ ഊർജ കേന്ദ്രങ്ങൾ പരിപൂർണമായി ഇല്ലാതാക്കേണ്ടതുണ്ട്. അതായത് ഇനി ഒരിക്കലും ഇറാന് തിരിച്ചു വരാൻ കഴിയാത്ത വിധത്തിൽ, ഇറാനിലെ ജനജീവിതം അതീവ ദുഷ്കരമാക്കുന്ന വിധത്തിൽ, ഇറാനിലെ സാധാരണക്കാരടക്കം വലിയ ദുരിതത്തിലേക്ക് പോകുന്ന വിധത്തിൽ ഇറാന്റെ ഊർജ കേന്ദ്രങ്ങളിലേക്ക് ശക്തമായ ആക്രമണം അധികം വൈകാതെ ഉണ്ടാകുമെന്നാണ് ട്രംപ് പറയുന്നത്. ഈ ഊർജ കേന്ദ്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പ്രാഥമികമായി ട്രംപ് വൈദ്യുത നിലയങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എങ്കിലും ആണവോർജ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ എണ്ണപ്പാടങ്ങളും അടക്കമുള്ള ഇറാന്റെ സകല ഊർജ കേന്ദ്രങ്ങളും അടിച്ചു തകർക്കുമെന്ന ഒരു ഭീഷണി അതിനു പിന്നിലുണ്ട് എന്ന് വ്യക്തമായിരുന്നു. കാരണം ഈ അഭിമുഖം പുറത്തു വന്ന് അധികം കഴിയുന്നതിന് മുമ്പ് മണിക്കൂറുകൾക്കുള്ളിൽ ഇറാന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് അമേരിക്കയുടെ അതിശക്തമെന്ന് വിളിക്കാവുന്ന നിരന്തരമായ വ്യോമാക്രമണം ഉണ്ടായി. അതായത് ട്രംപ് ഇറാന്റെ കരുത്ത് എത്രത്തോളം ഉണ്ട് എന്നും അതങ്ങനെ എളുപ്പത്തിൽ തകർക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നും കാര്യമായി തന്നെ മനസ്സിലാക്കുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് ഇതുവരെ പറഞ്ഞ വാദങ്ങൾക്ക് വിഭിന്നമായി ഇറാൻ ശക്തമായി തിരിച്ചടിക്കുന്നത് താൻ മനസ്സിലാക്കുന്നുണ്ട്, ഇറാനെ എത്ര ആക്രമിച്ചാലും ഇറാൻ അതിനേക്കാൾ ശക്തമായി തിരിച്ചടിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം ഒടുവിൽ ട്രംപിന് തുറന്നു പറയേണ്ടി വന്നത്. ഇത് ഈ യുദ്ധത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമായി, ഒരു നിർണായകമായ തിരിച്ചറിവായി, ട്രംപിൻ്റെ തിരിച്ചറിവായി തന്നെ വേണം വിലയിരുത്താൻ. കാരണം ഇറാൻ എങ്ങനെ എളുപ്പത്തിൽ തകർക്കാൻ കഴിയുന്ന ഒരു സംവിധാനമല്ല. ഇറാന്റെ പ്രതിരോധ ശേഷി വളരെയധികം കൂടുതലാണ്. ഇറാന്റെ പ്രത്യാക്രമണങ്ങളുടെ തീവ്രത വളരെയധികം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇറാനെ പരിപൂർണമായി ഇല്ലാതാക്കണമെങ്കിൽ ഇനിയും കൂടുതൽ ഇറാനെ മുറിവേൽപ്പിക്കേണ്ടി വരും എന്ന നിലയിലേക്കുള്ള ഒരു തന്ത്രമാണ്, അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിയാണ് അമേരിക്ക ഇനി കൈക്കൊള്ളാൻ പോകുന്നത്. അത് ഇറാനുമേലുള്ള ഒരു ഭീഷണിയും ഒപ്പം ഒത്തുതീർപ്പിനുള്ള ഒരു ക്ഷണവുമായി തന്നെ ഒരേ സമയം ട്രംപിൻ്റെ പ്രഖ്യാപനത്തെ കാണേണ്ടി വരും. അതായത് അടുത്ത ആഴ്ച ഞങ്ങൾ ആക്രമണം കടുപ്പിക്കാൻ പോവുകയാണ്, നിങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ, വൈദ്യുത കേന്ദ്രങ്ങൾ, മറ്റു ഊർജ്ജ കേന്ദ്രങ്ങളൊക്കെ തകർക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കും. അതിനുവേണ്ടി അമേരിക്ക തുനിഞ്ഞിറങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് വേണമെങ്കിൽ ഒരു ഒത്തുതീർപ്പിന് നിങ്ങൾ ഇങ്ങോട്ട് വരൂ എന്ന ഒരു പരോക്ഷമായ ഭീഷണി കലർന്ന ക്ഷണമായി ഇതിനെ കാണാൻ സാധിക്കും. അതേസമയം തന്നെ ഇറാന്റെ കരുത്ത് ട്രംപ് കുറച്ച് കാണുന്നില്ല എന്നതും നമ്മൾ പ്രത്യേകമായി കാണേണ്ടതുണ്ട്. എന്തായാലും ഗൾഫ് മേഖലയിലെ വ്യാപകമായ ആക്രമണം തന്നെയാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രി കുവൈറ്റിലും ബഹ്റൈനിലും ആക്രമണങ്ങൾ നടന്നതായി അവിടെ നിന്ന് ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല ബാബൽ മന്ദബ് കടലിടുക്ക് അടയ്ക്കുന്ന വിധത്തിലേക്ക് കുറെ കൂടി തീവ്രമായ നിലയിലേക്ക് ഇറാൻ നിലപാട് സ്വീകരിക്കാൻ പോകുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇന്നലെ പുറത്തു വന്നത്. അതായത് ഹൂത്തികൾ ഇപ്പോൾ കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഹൂത്തികൾ വലിയ തോതിൽ പ്രകോപിതരാണ്. അവരങ്ങനെ പ്രകോപിതരാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് സൗദി നിയന്ത്രണത്തിലുള്ള യമൻ സർക്കാർ ഹൂത്തികൾ അവിടുത്തെ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി ആ വിമാനത്താവളത്തിലേക്ക് ഒരു വലിയ ആക്രമണം നടത്തി. ഹൂത്തി സംഘം, അതായത് ആയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാര ശുശ്രൂഷ ചടങ്ങുകൾക്ക് പങ്കെടുക്കാൻ പോയി മടങ്ങി വന്ന ഹൂത്തി സംഘം തലനാരിഴയ്ക്കാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഹൂത്തികൾ വലിയ തോതിൽ പ്രകോപിതരാണ്. അവർ സൗദിയിലെ വിമാനത്താവളത്തിലേക്ക് ആക്രമണം നടത്തി. അതുപോലെ തന്നെ സൗദിയിൽ ഈ വിമാനത്താവളം അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നൊക്കെ ഇന്നലെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഹൂത്തികൾ ഈ
പ്രകോപനം തുടരാനുള്ള സകല സാധ്യതകളുമുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും പ്രാഥമികമായി ചെയ്യാവുന്ന പ്രതികാരം എന്ന് പറയുന്നത് ബാബൽ മന്ദബ് കടലെടുക്കുന്ന സൂയസ് കനാലിൻ്റെ പ്രവേശന കവാടമായ ചെങ്കടലിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടലെടുക്ക് അടച്ചുപൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഹോർമൂസ് കടലെടുക്കും അതുപോലെ തന്നെ ഈ ബാബൽ മന്ദബ് കടലെടുക്കും ഒരേ സമയം അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അന്താരാഷ്ട്ര തലത്തിൽ കപ്പൽ ഗതാഗതം താറുമാറാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏതാണ്ട് 40 മുതൽ 50% വരെ വരുന്ന കപ്പൽ ഗതാഗതം ഈ രണ്ട് കടലിടുക്കുകളും അടയ്ക്കുന്നതോടുകൂടി പൂർണ്ണമായും തടയപ്പെടും, അല്ലെങ്കിൽ ഇല്ലാതാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഹോർമൂസ് കടലിടുക്ക് തുറക്കാനുള്ള നടപടികൾ എങ്ങനെയെങ്കിലും ഊർജിതമാക്കി അല്ലെങ്കിൽ അത് വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി ട്രംപ് പെടാപ്പാടുപെടുകയാണ്. കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരുന്നു 20% ഹോർമൂസിൽ കപ്പലുകൾക്ക് ഞങ്ങൾ ടോൾ ഏർപ്പെടുത്തും, നിങ്ങൾ അത് ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ നിങ്ങളുടെ കപ്പലുകൾ സുരക്ഷിതമായി ഹോർമൂസിലൂടെ കടത്താമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. പക്ഷേ ട്രംപിന് മനസ്സിലായി അത് ഇറാനുമേലുള്ള വലിയ പ്രകോപനമാണ് എന്ന്. കാരണം ട്രംപ് അങ്ങനെ പറഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ ഇറാൻ 2 കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുകയും അത് തകർക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയും ഹോർമൂസിൻ്റെ പേരിൽ ഇറാനെ പ്രകോപിപ്പിച്ചാൽ അതിശക്തമായ തിരിച്ചടികൾ ഹോർമൂസിൽ കിടക്കുന്ന കപ്പലുകൾക്ക് നേരെ അല്ലെങ്കിൽ ഹോർമൂസിന് സമീപത്തുകൂടി പോകുന്ന കപ്പലുകൾക്ക് നേരെയൊക്കെ ഉണ്ടാകും എന്ന യാഥാർത്ഥ്യം ട്രംപ് തിരിച്ചറിയുകയാണ്. അങ്ങനെയാണ് ട്രംപ് 20% ഞങ്ങൾക്ക് ടോൾ തരൂ, ഹോർമൂസ് തുറന്നു കിടക്കുകയാണ്, ഇവിടെ ഒരു കുഴപ്പവുമില്ല, ഞങ്ങളുടെ സൈന്യം എല്ലാം നോക്കിക്കോളാം എന്ന ആ പരാമർശം പിൻവലിച്ചത്. ഇപ്പോൾ ട്രംപ് പറയുന്നത് ഞങ്ങൾക്ക് 20% ടോളൊന്നും വേണ്ട, പക്ഷേ അറബ് രാജ്യങ്ങൾ അതൊരു നിക്ഷേപമായി അമേരിക്കയിൽ നിക്ഷേപിച്ചാൽ മതി. അതായത് അമേരിക്കയിൽ അല്ലെങ്കിൽ അമേരിക്കയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളിലൊക്കെ ഗൾഫ് രാജ്യങ്ങൾ ഇതിന് തത്തുല്യമായ രീതിയിൽ നിക്ഷേപം നടത്തി ഞങ്ങളെ സാമ്പത്തികമായി സഹായിച്ചാൽ മതി എന്നാണ് ട്രംപ് പറയുന്നത്. നോക്കുക, ഓരോരോ വെല്ലുവിളികൾ, ഓരോരോ ഈ പറയുന്ന അവകാശവാദങ്ങൾ, ഇറാൻ തകർന്നു തീർന്നു എന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ അമേരിക്ക പതുക്കെ വിഴുങ്ങുകയാണ്. അല്ലെങ്കിൽ ട്രംപ് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇറാൻ അത്ര എളുപ്പത്തിൽ തകർക്കാൻ കഴിയുന്ന ഒരു ശക്തിയല്ല എന്ന് വ്യക്തമായി പറയുകയാണ്. പക്ഷേ ഇപ്പോഴും അമേരിക്കയെ ഫാദർലാൻഡായി കാണുന്ന ഇവിടെയുള്ള പല മിത്രങ്ങളും ഇതൊന്നും അംഗീകരിച്ചു തരാൻ തയ്യാറല്ല. അവർക്ക് അമേരിക്കയ്ക്ക് ഏറ്റുവാങ്ങുന്ന തിരിച്ചടി കണ്ട് നിലവിളിക്കാനേ നിവൃത്തിയുള്ളൂ. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഫേസ്ബുക്കിൽ ഉൾപ്പെടെ സ്വന്തം ഐഡന്റിറ്റി പോലും പുറത്തു കാണിക്കാൻ പേടിക്കുന്ന, അങ്ങനെ ഗതികെട്ട് പേടിച്ച് ജീവിക്കുന്ന സംഘ അനുഭാവികൾ അമേരിക്കയ്ക്കെതിരായ വാർത്തകൾ വരുമ്പോൾ അതിനടിയിൽ തെറി വിളിച്ച് സായുജ്യമടയുകയാണ്. അല്ലാതെ മറ്റൊന്നും ഇവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ട്രംപിന് ഏൽക്കുന്ന തിരിച്ചടി, അമേരിക്കയ്ക്ക് ഏൽക്കുന്ന തിരിച്ചടി, ഫാദർലാൻഡിന് ഏൽക്കുന്ന തിരിച്ചടി, അതൊരു വലിയ വിഷമത്തോടെ ആ ദുഃഖം കടിച്ചമർത്തിയാണ് മിത്രങ്ങൾ ഇത് കാണുന്നത്. അത് അവരുടെ വർഗീയ അജണ്ടകളുടെ ഭാഗമായിട്ടാണ് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഇതിനിടയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇസ്രായേൽ പറഞ്ഞതനുസരിച്ചാണ് ഈ യുദ്ധം തുടങ്ങിയത് എങ്കിലും ഇപ്പോൾ ഇസ്രായേൽ സജീവമായി കളത്തിലില്ല എന്ന് മാത്രമല്ല, നെതന്യാഹു ഈ യുദ്ധത്തിന് വേണ്ടി വലിയ വാദങ്ങളൊന്നും ഉയർത്തുന്നില്ല. ഇറാനുമായിട്ടുള്ള യുദ്ധം തുടരുമെന്ന് 2 ദിവസം മുമ്പ് ഔദ്യോഗികമായി പറഞ്ഞതല്ലാതെ കൂടുതലായി ഒന്നും തന്നെ ഇപ്പോൾ നെതന്യാഹു പറയുന്നില്ല. പക്ഷേ ഇന്നലെ ഇസ്രായേൽ മാധ്യമമായ ഹാരറ്റ്സ് പുറത്തുവിട്ട, ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ട ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ടായിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു വലിയ തോൽവിയെ അഭിമുഖീകരിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ താൻ തോറ്റുപോകുമോ എന്ന ഭയം, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ താൻ പ്രധാനമന്ത്രി പദം ഒഴിയേണ്ടി വരുമോ എന്ന ഭയം നെതന്യാഹുവിന് ഉണ്ട് എന്നുള്ളതായിരുന്നു ആ റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഇന്റേണൽ സെക്യൂരിറ്റി ഏജൻസിയോട് അല്ലെങ്കിൽ ആഭ്യന്തര സുരക്ഷാ മന്ത്രാലയത്തോട് താൻ പ്രധാനമന്ത്രി പദം ഒഴിഞ്ഞാലും അല്ലെങ്കിൽ തൻ്റെ പ്രധാനമന്ത്രി പദവി നഷ്ടമായാലും തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കൂടി 5 വർഷം ഈ സുരക്ഷ, ഇന്റേണൽ സെക്യൂരിറ്റി അത് കൂട്ടി നൽകണം എന്നാണ് നെതന്യാഹു ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഒരു വശത്ത് ഇറാൻ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതിൽ ട്രംപിന് താഴെ നെതന്യാഹുവിൻ്റെ പേരുണ്ട്, 13 ഉന്നതരുടെ പേരുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നെതന്യാഹുവിനെതിരെ ഉണ്ടാകുമോ എന്ന ചർച്ചകൾ സജീവമായിട്ടുണ്ട്. ഇസ്രായേൽ ഇൻ്റലിജൻസും ഈ വിഷയത്തെ ഗൗരവമായിട്ടാണ് കാണുന്നത്. അതിനിടയിലാണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന ഭീതി ശരിക്കും നെതന്യാഹുവിനുണ്ട്. നെതന്യാഹുവിനെതിരെ ഈ യുദ്ധം തുടങ്ങി വെച്ച് ലോകത്തെ മുഴുവൻ ഗുരുതരാവസ്ഥയിലേക്ക് തള്ളിവിട്ട നെതന്യാഹുവിനെതിരെ വലിയ പ്രതിഷേധം ഇസ്രായേലിൽ ഉൾപ്പെടെ ഉയരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ തൻ്റെ സുരക്ഷിതത്വം ഇല്ലാതാകുമെന്ന ഭീതി നെതന്യാഹുവിനുണ്ട്. തന്നേക്കാൾ കൂടുതൽ കുടുംബത്തിന് സുരക്ഷ നൽകണമെന്നാണ് നെതന്യാഹു ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു പക്ഷേ നെതന്യാഹു ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ പ്രോസിക്യൂഷൻ നടപടികളുടെ ഭാഗമായി, പഴയ അഴിമതി കേസിൻ്റെ ഭാഗമായി ജയിലിൽ
ജയിലിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. കാരണം നെതന്യാഹുവിനെതിരെ പ്രതിപക്ഷവും സ്വന്തം പാർട്ടിയിലുള്ള വലിയൊരു വിഭാഗം ആളുകളും വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിലനിൽപ്പ് തന്നെ അപകടത്തിലേക്ക് പോകുന്നു നെതന്യാഹുവിൻ്റെ എന്ന വാർത്തകൾ ഇസ്രായേലിൽ നിന്ന് വരുന്നുണ്ട്. അതായത് ഈ യുദ്ധം തുടങ്ങിയവരൊക്കെ അല്പം വൈകിയാണെങ്കിലും ഇറാന്റെ കരുത്ത് തിരിച്ചറിയുന്നു. അവർക്ക് അനിവാര്യമായ തിരിച്ചടികൾ കിട്ടിത്തുടങ്ങുന്നു. യുദ്ധം അതിതീവ്രമായി ഒരു വശത്ത് പുരോഗമിക്കുന്നു. ഇറാനെ ഇല്ലായ്മ ചെയ്യണമെന്ന ലക്ഷ്യത്തോടെ, ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി, ഇറാന്റെ ആണവശേഷി ഇല്ലാതാക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി, ഇറാനെ നിരായുധീകരിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി തുടങ്ങിവെച്ച യുദ്ധം ഇപ്പോൾ മറ്റു പല ലക്ഷ്യങ്ങളിലേക്ക് ഒരു ബഹുമുഖ യുദ്ധമായി മാറുകയാണ്. ഗൾഫ് രാജ്യങ്ങൾ ശക്തമായി തന്നെ വിഷയത്തിൽ അപലപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രശ്നപരിഹാരത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എങ്ങും എത്തുന്നില്ല. അതേസമയം അമേരിക്ക ഒരു വശത്ത് ഹോർമൂസിൽ നാറ്റോ സഖ്യത്തെ ഇറക്കിക്കൊണ്ട് ഒരു ബഹുമുഖ യുദ്ധം എന്ന നിലയിലേക്ക്, ഒരു മഹായുദ്ധത്തിൻ്റെ സൂചന നൽകുന്ന വിധത്തിലേക്ക് യുദ്ധത്തെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് ബദലായി റഷ്യയെയും ചൈനയും കളത്തിലിറക്കി ഇറാനും ശക്തമായി തിരിച്ചടിക്കുമെന്ന സൂചനകൾ പ്രകടമായി നൽകിയിട്ടുണ്ട്. അങ്ങനെ യുദ്ധം അതിതീവ്രമായി മുന്നോട്ട് പോകുന്നു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു സമവായത്തിനുള്ള ഒരു സാധ്യതകളും ഇല്ലാതെ വരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം.